പ്രിയപ്പെട്ട കുട്ടികളെ, മലയാളം മധുരതരത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 8ാം തരം അടിസ്ഥാന പാഠാവലി 3ാം അധ്യായത്തിലെ അവസാന ഭാഗമായ പഠനം സഫലം എന്ന ആത്മകഥാ ഭാഗമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. പ്രശസ്ത ആയുർവേദാചാര്യനായിരുന്ന ഡോക്ടർ PK വാര്യരുടെ ആത്മകഥയായ സ്മൃതിപർവം എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് പഠനം സഫലം. ഡോക്ടർ PK വാര്യർ 1921 ജൂൺ 5 മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കലിലാണ് ജനിച്ചത്. പന്ന്യംപിള്ളി കൃഷ്ണൻകുട്ടി വാര്യർ എന്നാണ് മുഴുവൻ പേര്. കുട്ടികളെ, നിങ്ങൾ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല എന്ന് കേട്ടിരിക്കുമല്ലോ. ആ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലെ പ്രധാന വൈദ്യനും മാനേജിംഗ് ട്രസ്റ്റിയുമായിരുന്നു ഇദ്ദേഹം. ആയുർവേദം എന്ന ചികിത്സാ സമ്പ്രദായത്തെ ലോകപ്രശസ്തമാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചയാളാണ് ശ്രീ PK വാര്യർ. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയായ സ്മൃതിപർവത്തിന് 2008 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരുന്നു. തൻ്റെ ജീവിതമത്രയും ആയുർവേദത്തിന് നൽകിയ സംഭാവനകളെ മാനിച്ച് 1999 പത്മശ്രീയും 2010 പത്മഭൂഷണും നൽകി രാജ്യം ഇദ്ദേഹത്തെ ആദരിച്ചു. 2021 ജൂലൈ 10 തൻ്റെ 100ാം വയസ്സിലാണ് ശ്രീ PK വാര്യർ ഈ ലോകത്തോട് വിട പറഞ്ഞത്. കുട്ടികളെ, അറിവ് നേടുന്നതിനെയാണല്ലോ പഠനം എന്ന് പറയുന്നത്. പഠനം എപ്പോഴാണ് സഫലമാകുന്നത് എന്നാണ് ഡോക്ടർ PK വാര്യർ ഇവിടെ പറയുന്നത്. കുട്ടികളെ, നമ്മൾക്ക് പാഠം വായിക്കാം. ഏട്ടിൽ 10 കാട്ടിൽ 10 നാട്ടിൽ 10 എന്നാണ് വൈദ്യനാകാനുള്ള തയ്യാറെടുപ്പിനെ പറ്റിയുള്ള പ്രമാണം. ഏട്ടിൽ 10 എന്നത് ശാസ്ത്ര പഠനത്തിൻ്റെ കാലമാണ്. നല്ല ഒരു ഗുരുവിൻ്റെ കീഴിൽ ശാസ്ത്രഗ്രന്ഥങ്ങൾ അഥവാ ഏടുകൾ 10 വർഷം നന്നായി പഠിക്കണം. പിന്നെ കാട്ടിൽ 10 മരുന്നുകളും അവയുടെ ഗുണദോഷങ്ങളും പഠിക്കാനാണ് അടുത്ത 10 വർഷം വിനിയോഗിക്കേണ്ടത്. ഓരോ മരുന്നിൻ്റെയും സ്വഭാവവും മറ്റുള്ളവയോട് ചേരുമ്പോൾ വരുന്ന പരിണാമവും ഒക്കെ പഠിക്കാൻ 10 വർഷം വേണം. അത് കഴിഞ്ഞുള്ള 10 വർഷം നാട്ടിൽ രോഗികളെ ചികിത്സിക്കണം. കുട്ടികളെ, പഠനം എപ്പോഴാണ് സഫലമാകുന്നത് എന്ന് പറയുന്നതിന് മുമ്പ് പഠനത്തിൻ്റെ 3 കാലങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ PK വാര്യർ പറയുന്നത്. നല്ലൊരു വൈദ്യനാകാൻ 30 വർഷത്തെ കഠിനാധ്വാനം വേണം. ഏട്ടിൽ 10 കാട്ടിൽ 10 നാട്ടിൽ 10 എന്നിങ്ങനെയാണ് 30 വർഷത്തെ വിഭജിച്ചിരിക്കുന്നത്. ഏട് എന്നാൽ പുസ്തകത്താളുകൾ എന്നാണ് അർത്ഥം. അപ്പോൾ ഏട്ടിൽ 10 വർഷം ഗുരുമുഖത്ത് നിന്ന് ശാസ്ത്രഗ്രന്ഥങ്ങൾ പഠിക്കണം. കാട്ടിൽ 10 എന്ന് പറഞ്ഞാലോ 10 വർഷം ഔഷധ സസ്യങ്ങളെ നേരിട്ട് കണ്ടറിഞ്ഞ് അവയുടെ ഗുണങ്ങളും ദോഷങ്ങളും പഠിക്കണം എന്നുള്ളതാണ്. അതിനുശേഷം നാട്ടിൽ 10, ഏട്ടിൽ 10 കാട്ടിൽ 10 കഴിഞ്ഞാൽ നാട്ടിൽ വന്ന് 10 വർഷം അനുഭവസമ്പന്നനായ ഒരു വൈദ്യന്റെ കീഴിൽ പ്രായോഗികമായി ചികിത്സിച്ച് പഠിക്കണം. മുതിർന്ന ഒരു വൈദ്യന്റെ മേൽനോട്ടത്തിലായിരിക്കണം ഇത്. നമ്മുടെ പാരമ്പര്യത്തിൽ വളരെ പ്രധാനമായി പറയുന്ന ഒന്നാണ് വൃദ്ധസേവ. ഇന്നത്തെ കുട്ടികൾ ഇത് കേട്ടാൽ ചിരിക്കും. എന്നാൽ വൈദ്യന് മാത്രമല്ല, ഏത് പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവരും വിജയിക്കണമെങ്കിൽ വൃദ്ധസേവ കൂടാതെ കഴിയില്ല. വാർദ്ധക്യത്തെ അളക്കുന്നത് പ്രായം കൊണ്ടല്ല, ജ്ഞാനം കൊണ്ടാണ്. കവിത രചിക്കാൻ മുതിർന്ന കവികളുടെ നിർദ്ദേശം നല്ലതാണ്. ഒരു നടൻ വളരുന്നത് ആശാന്റെ കൂടെ നടന്ന് അദ്ദേഹം ചെയ്യുന്നത് കണ്ടിട്ടാണ്. പഠനത്തിലെ മുഖ്യമായ ഒരു ഘടകത്തെക്കുറിച്ചാണ് അടുത്തതായി പറയുന്നത്. അതാണ് വൃദ്ധസേവ. വൃദ്ധർ എന്നാൽ ആരാണ്? അതെ, പ്രായമായവർ അല്ലേ? അനുഭവങ്ങളാൽ സമ്പന്നരായിരിക്കും അവർ. അപ്പോൾ വൃദ്ധർ എന്ന വാക്കിന് അറിവ് നേടിയവർ എന്ന അർത്ഥം കൂടി വരുന്നു. പ്രായമായവരെ ശുശ്രൂഷിക്കുന്നതിനെയാണ് വൃദ്ധസേവ എന്ന് പറയുന്നത്.
അറിവുകൊണ്ടും കഴിവുകൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും വൃദ്ധരായവരുടെ കീഴിൽ നിന്നുകൊണ്ട് ഏതു മേഖലയിലുള്ളവർക്കും വിജയിക്കുവാൻ സാധിക്കും എന്നാണ് പി.കെ. വാര്യർ പറയുന്നത്. നല്ലൊരു കവിയാകാൻ ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മുതിർന്ന കവികളുടെ നിർദ്ദേശം തേടുക തന്നെ വേണം. കൂടാതെ നല്ലൊരു നടനാവാൻ ഒരു ആശാൻ ആവശ്യമാണ്. കളരിയിൽ ചൊല്ലിയാടിയതുകൊണ്ട് മാത്രം രംഗത്ത് ശോഭിക്കാനാവില്ല. വക്കീലാകാൻ മുതിർന്ന ഒരു വക്കീലിന്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനെ മുതിർന്നവരുടെ കീഴിൽ രോഗികളെ ചികിത്സിക്കുന്നത് കണ്ടും ഗുരുനാഥന്റെ നിർദ്ദേശമനുസരിച്ച് സ്വയം ചികിത്സിച്ചും 10 കൊല്ലം കഴിയണം. അപ്പോഴും ഇത് പ്രായോഗിക പരിശീലനമേ ആയിട്ടുള്ളൂ. 10 വർഷം ചികിത്സിച്ച് പരിചയം നേടുമ്പോഴേക്ക് പഠനം തുടങ്ങിയിട്ട് 30 വർഷമാവും. ഇങ്ങനെ 30 വർഷം പഠനവും പ്രായോഗിക പ്രവർത്തനങ്ങളും ചെയ്യുമ്പോഴാണ് ഒരാൾ നല്ല ഒരു വൈദ്യനായി മാറുന്നത്. പഠനത്തിൽ ഉത്തമ വഴികാട്ടിയായ ഒരു ഗുരുനാഥൻ അവശ്യം വേണ്ട ഘടകമാണ്. പഠനവും സിദ്ധാന്തങ്ങളും പുസ്തകത്തിൽ മാത്രം ഒതുങ്ങാതെ അനുഭവത്തിലൂടെ പഠിക്കുമ്പോഴാണ് പഠനം സഫലമാകുന്നത്. അനുഭവങ്ങളിലൂടെ നാം നേടിയെടുക്കുന്ന അറിവുകൾ ഒരിക്കലും നമ്മളിൽ നിന്നും അകന്നു പോകില്ല. കണ്ടും കേട്ടും അറിഞ്ഞും പഠിക്കുമ്പോഴാണ് പഠനം സഫലമാകുന്നത്. കുട്ടികളെ, പ്രധാനമായും 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നല്ലൊരു വൈദ്യനാകാൻ എത്ര വർഷം എങ്ങനെയെല്ലാം പഠിക്കണമെന്ന് ആദ്യം പറയുന്നു. വൈദ്യരംഗത്ത് മാത്രമല്ല, മറ്റേതൊരു രംഗത്തും ശോഭിക്കണമെങ്കിൽ തീർച്ചയായും വൃദ്ധസേവ ചെയ്തേ തീരൂ. പ്രഗത്ഭരുടെ കീഴിൽ പ്രായോഗികമായ പരിശീലനം നേടുന്നതിനെയാണ് വൃദ്ധസേവ എന്ന് പറയുന്നത്. പഠനത്തിൽ ഗുരുനാഥന്റെ പ്രസക്തി വളരെ വലുതാണ്. കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവത്തിലൂടെയും പഠിക്കുമ്പോഴാണ് പഠനം പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് ഡോക്ടർ പി.കെ. വാര്യർ ഇവിടെ പറയുന്നത്. കുട്ടികളെ, ഇവിടെ പാഠാനുബന്ധമായി ഒരു ചോദ്യം തന്നിട്ടുണ്ട്. പ്രതികരണക്കുറിപ്പ്: കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചും പഠിക്കുമ്പോഴാണ് അറിവ് പൂർണ്ണതയിലെത്തുക എന്ന ആശയത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം കുറിക്കൂ. വളരെ ശരിയാണല്ലേ? ഉത്തരമെഴുതുമ്പോൾ കാര്യകാരണ സഹിതം വ്യക്തമാക്കുകയും വേണം. കുട്ടികളെ, ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ചോദ്യങ്ങൾക്ക് സ്വയം ഉത്തരമെഴുതി പരിശീലിക്കുക. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കണേ. അതോടൊപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.